നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥരെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ മുൻ ഏരിയ നേതാവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനിയുമായ അർജുൻ ആയങ്കി പോലീസിനെയും മാധ്യമങ്ങളെയും ഒരുപോലെ പരിഹസിച്ച് വൻ തെളിവെടുപ്പ് നാടകം പൂർത്തിയാക്കി. കോതമംഗലം മുൻ SHO KR പ്രശാന്ത് കുമാർ, ഊന്നുകൽ മുൻ SHO BS ആദർശ് എന്നിവരെ ഭീഷണിപ്പെടുത്തിയ കേസുകളിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് പോലീസിന്റെയും മാധ്യമങ്ങളുടെയും മുഖത്തു നോക്കി ആയങ്കി അഹങ്കാരത്തോടെ പരിഹാസ മറുപടികൾ നൽകിയത്. തനിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് കേവലം നിസ്സാരമായ കേസുകളാണെന്നും ഇത് നായയെ കൊന്ന കേസ് പോലെ നിസ്സാരമാണെന്നും അഹങ്കാരത്തോടെ മാധ്യമപ്രവർത്തകരോട് ആയങ്കി വിളിച്ചു പറഞ്ഞു. തനിക്കെതിരെ നിലവിൽ നിരവധി കേസുകൾ ഉണ്ടെന്നും അതൊക്കെ താൻ നേരിട്ടോളാമെന്നും പോലീസിന് നിയമ സംവിധാനങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആയങ്കി പരിഹസിക്കുകയായിരുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി തന്റെ ഐഫോണും മറ്റ് മൊബൈൽ ഫോണുകളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച ആയങ്കി, പക്ഷേ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഒന്നുമില്ലാതെ ഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്താണ് പോലീസിന് കൈമാറിയതെന്നും അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു. പോലീസിന് തെളിവുകളൊന്നും ലഭിക്കാതിരിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായാണ് ആയങ്കി ഫോൺ ഫോർമാറ്റ് ചെയ്തതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കൊച്ചി കടവന്ത്ര കുമാരനാശാൻ നഗറിലെ അടുത്ത സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര അപ്പാർട്ട്മെന്റിലാണ് അറസ്റ്റിന് മുൻപ് 2 ദിവസത്തോളം അർജുൻ ആയങ്കി അതീവ രഹസ്യമായി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ ആയങ്കിയെ നേരിട്ടെത്തിച്ച് പോലീസ് വൻ സുരക്ഷയോടെ തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ നിലവിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും സംസ്ഥാന പോലീസിലെ പ്രമുഖ ഉദ്യോഗസ്ഥരെയും സോഷ്യൽ മീഡിയ വഴി വധഭീഷണി മുഴക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയവെയാണ് ആയങ്കി കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ 9-ാം തീയതി പുലർച്ചെ 2:15 കണ്ണൂർ റേഞ്ച് DIGയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ അർജുൻ ആയങ്കിയെ പിടികൂടുന്നത്. വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന, സ്വർണ്ണക്കടത്ത് തുടങ്ങി 23-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ പോലീസ് കടുത്ത നിയമ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മുൻപ് 2 ഇൻസ്പെക്ടർമാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ തലശ്ശേരിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി കോതമംഗലത്തെത്തിച്ച ആയങ്കിയെ നേരത്തെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം സമർപ്പിച്ച വിശദമായ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കോതമംഗലം കേസിൽ ബോംബെയിലും മറ്റ് സ്ഥലങ്ങളിലും ഒളിവിൽ കഴിയവേ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. ഇതോടെ ആക്രോശവുമായി ഊന്നുകൽ SHOയ്ക്കെതിരെ തിരികുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് ഊന്നുകൽ സ്റ്റേഷനിലും പ്രതിക്കെതിരെ പ്രത്യേക കേസെടുത്തു. മുൻപ് കോതമംഗലത്തെ പുന്നേക്കാടുള്ള ആഡംബര റിസോർട്ടിൽ വെച്ച് പ്രദേശത്തെ കുപ്രസിദ്ധ ക്രിമിനൽ സംഘത്തോടൊപ്പം ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയ കേസിൽ ആയങ്കിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ജാമ്യത്തിലിരിക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് നിലവിലുള്ള ജാമ്യ വ്യവസ്ഥകളുടെ കടുത്ത ലംഘനമാണെന്ന് ശക്തമായ വാദം പോലീസ് കോടതിയിൽ ഉയർത്തുകയും തുടർന്ന് ആയങ്കിയുടെ ജാമ്യം കോടതി റദ്ദാക്കുകയുമായിരുന്നു. മുൻപ് കുട്ടമ്പുഴ SHO അന്വേഷിച്ചിരുന്ന ഈ കേസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിന് ശേഷം അതത് സ്റ്റേഷനിലെ പോലീസുകാർ നേരിട്ട് അന്വേഷിക്കുകയാണ്. കൂടാതെ എറണാകുളം റൂറൽ സൈബർ പോലീസും ആയങ്കിക്കെതിരെ വിദ്വേഷ പ്രചരണത്തിനും ഭീഷണിക്കും കേസെടുത്തിട്ടുണ്ട്. ഫോൺ ഫോർമാറ്റ് ചെയ്തതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ആയങ്കിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം.